സൈനിക പ്രവർത്തനങ്ങളിൽ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന സംഭവമാണ് റഷ്യയിലെ സലാവത്തിൽ അടുത്തിടെ നടന്ന ഡ്രോൺ ആക്രമണം. ആധുനിക യുദ്ധത്തിന്റെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ വ്യക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് റഷ്യയിലെ സലാവത്തിൽ നടന്ന സംഭവം. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഒരുപോലെ തന്നെ ഡ്രോണുകളുടെ തന്ത്രപരമായ സാധ്യതകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആളില്ലാ വിമാനങ്ങളുടെ വ്യാപനത്തിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത്. 21ാം നൂറ്റാണ്ടിലെ യുദ്ധഭൂമിയിൽ മത്സരാധിഷ്ഠിതമായി നിലകൊള്ളാൻ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ അവരുടെ സൈനിക സിദ്ധാന്തങ്ങൾ പുനഃപരിശോധിക്കാനും അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ നിക്ഷേപിക്കാനും ഇത് പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെ ഡ്രോണുകളുടെ നിർമ്മാണത്തിന് വേണ്ടി, ഡ്രോണുകളുടെ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയും ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഡ്രോണുകളുടെ നിരീക്ഷണം മുതൽ ആക്രമണാത്മക സ്ട്രൈക്കുകൾ വരെ ഡ്രോണുകളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മഹത്തായ പരിപാടി ഇന്ത്യയും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സുരക്ഷാ വെല്ലുവിളികൾക്ക് അനുസൃതമായി തദ്ദേശീയ ഡ്രോൺ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് DRDO ഈ ശ്രമത്തിന് നേതൃത്വം നൽകുന്നു. ഇങ്ങനെ ഇന്ത്യയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കോമ്പാക്ട് എയർ ടൈമിംഗ് പ്രോഗ്രാം അഥവാ ക്യാറ്റ്സ്. എന്താണ് ഈ ക്യാറ്റ്സ് വാരിയർ പദ്ധതി? ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏത് രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഈ പദ്ധതി മൂലം ഇന്ത്യക്ക് ലഭിക്കുന്നത്? സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഒരു ഇന്ത്യൻ സ്വകാര്യ സ്റ്റാർട്ടപ്പായ ന്യൂ സ്പേസ് ആൻഡിയും തമ്മിലുള്ള ഒരു പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന് കീഴിൽ 2019 തുടക്കത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ക്യാറ്റ്സ്. HAL കോമ്പാക്ട് എയർ ടീമിംഗ് സിസ്റ്റം പ്രോഗ്രാമിന്റെ ഭാഗമാണ് ക്യാറ്റ്സ് വാരിയർ. ഒരു വിമാനവാഹിനി കപ്പലിൽ നിന്ന് സ്വയം കരയിലും കടലിലും പറന്നുയരാനും ഇറങ്ങാനും കഴിവുള്ള ഒരു വിക്മാൻ ഡ്രോൺ എന്ന നിലയിലാണ് ക്യാറ്റ്സ് വാരിയർ വികസിപ്പിക്കുന്നത്. ഇന്ത്യയുടെ തേജസ്, AMCA, TED-BF, സുഖോ 30 MKI, ജാഗ്വാർ എന്നിവയുൾപ്പെടെ നിലവിലുള്ള ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പ്ലാറ്റ്ഫോമുകളുമായി ഇതിന് പ്രവർത്തിക്കാൻ സാധിക്കും. ഇത് ശരിക്കും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് IAF-ന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇതിന്റെ ഒരു ചെറിയ പതിപ്പ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്യും. ആവശ്യമെങ്കിൽ ലക്ഷ്യങ്ങളെ അതിന്റെ ആന്തരികവും ബാഹ്യവുമായ പൈലോൺ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുക, അതുപോലെ തന്നെ ശത്രുക്കളുടെ അഗ്നി സ്വയം ആഗിരണം ചെയ്യുക, അല്ലെങ്കിൽ ലക്ഷ്യത്തിലിടിച്ച് സ്വയം ത്യാഗം ചെയ്യുക തുടങ്ങിയ ജോലികളാണ് ഇത് നിർവഹിക്കുന്നത്. 350 കിലോമീറ്റർ യുദ്ധപരിധിക്കുള്ളിൽ ദൗത്യത്തിനായി അതിന് തിരികെ പറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 800 കിലോമീറ്റർ കോമ്പാക്ട് റേഡിയസ് ഉള്ള ദീർഘദൂര ദൗത്യത്തിനായി അത് ലക്ഷ്യത്തിലേക്ക് ഇടിച്ചു കയറി സ്വയം നശിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതൊരാളില്ലാ വിമാനം ആയതുകൊണ്ട് തന്നെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ അതിന് തിരികെ വരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അത് സ്വയം നശിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന് സെൻസർ ആംപ്ലിഫയർ ആയി പ്രവർത്തിക്കാനും ആളുള്ള വിമാനത്തിന് മുമ്പായി പറന്ന് അതിന്റെ സെൻസറുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ നൽകാനും സാധിക്കും. 2021 ഫെബ്രുവരിയിൽ ഇതിന്റെ വികസനത്തിനായി HAL മാനേജ്മെന്റ് 390 കോടി രൂപ അനുവദിച്ചു. ഇന്റേണൽ വെയിൻ ബേയും ഹൈബ്രിഡ് ഡിസൈനുമുള്ള ഒരു കോമ്പോസിറ്റ് ഘടനയാണ് ഇതിനുള്ളത്. അതിന്റെ മുൻഭാഗം ബോയിങ് എയർപവർ ടീമിംഗ് സിസ്റ്റം വിക്മാൻ പോലെയാണ് ഉള്ളത്. 2 എഞ്ചിനുകളിലേക്ക് നയിക്കുന്ന ഫ്യൂസ്ലേജിന് മുകളിൽ ഒരൊറ്റ സർപ്പന്റൈൻ എയർ ഇൻടേക്ക് ഉണ്ട്. പരിഷ്കരിച്ച HAL PTAE 7 അല്ലെങ്കിൽ HAL HTFE 25 ടർബോ ഫാൻ എഞ്ചിൻ ഉപയോഗിച്ചായിരിക്കും ഇത് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഇതിന് 2 പുതിയ തലമുറ ഷോർട്ട് റേഞ്ച് അല്ലെങ്കിൽ വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ ബാഹ്യമായും 2 DRDO സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺ ആന്തരിക ആയുധം ബേയിൽ വഹിക്കാനും കഴിയും. അതുപോലെ തന്നെ ഇതിൽ ഇലക്ട്രോ ഒപ്റ്റിക് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് പേലോഡ്, ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻ ചെയ്ത അറേ റഡാർ, ഇനേർഷ്യൽ നാവിഗേഷൻ യൂണിറ്റ്, ഇന്റലിജൻസ്, നിരീക്ഷണം, രഹസ്യാന്വേഷണം, യുദ്ധപ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുള്ള ജാമർ എന്നിവ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ നീളം എന്ന് പറയുന്നത് 9.2 മീറ്ററും ഇതിന്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം 2100 കിലോഗ്രാമുമാണ്. ഇതിന്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് മാക്സ് 0.9 ആണ്. ക്രൂയിസ് വേഗത 790 കിലോമീറ്റർ പെർ അവറും ഇതിന്റെ പരിധി എന്ന് പറയുന്നത് 1500 കിലോമീറ്ററും പോരാട്ട ശ്രേണി 700 കിലോമീറ്ററുമാണ്. ഈ ക്യാറ്റ്സ് വാരിയറിന്റെ ഏറ്റവും കൗതുകപരമായ സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ കാമിക്കേസ് മോഡാണ്. അതായത് ഉയർന്ന മൂല്യമുള്ള ടാർഗറ്റുകളെ ആക്രമിക്കാൻ ഒരു ലോയിറ്ററിംഗ് യുദ്ധോപകരണമായി ഇത് വിന്യസിക്കാൻ സാധിക്കും. ഇന്ത്യയുടെ ഡ്രോൺ തന്ത്രത്തിന്റെ പ്രധാന പദ്ധതികളിലൊന്നാണ് കോമ്പാക്ട് എയർ ടീമിംഗ് പ്രോഗ്രാം അഥവാ ക്യാറ്റ്സ്. ഇത് യുദ്ധഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിന് ആളില്ലാ യുദ്ധവിമാനങ്ങളുമായി സംയോജിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാമിന് കീഴിലുള്ള ഒരു പ്രധാന പ്രൊജക്ട് ആണ് ഈ വിക്മാൻ ഡ്രോണായ ക്യാറ്റ്സ് വാരിയർ. ഈ ക്യാറ്റ്സ് പ്രോഗ്രാമിന് പുറമെ ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിർമ്മാതാക്കളിൽ നിന്ന് ഇന്ത്യ നിരവധി ഡ്രോണുകൾ വാങ്ങുന്നുമുണ്ട്. ഈ ഡ്രോണുകളിൽ നൂതന സെൻസറുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, ആയുധ പേലോഡുകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യൻ സായുധ സേനയെ കൂടുതൽ കാര്യക്ഷമതയോടെയും മനുഷ്യ പൈലറ്റുമാർക്കുള്ള അപകട സാധ്യത കുറയ്ക്കുന്നതിന്
കൃത്യമായ സ്ട്രൈക്കുകൾ, നിരീക്ഷണ ദൗത്യങ്ങൾ, മറ്റു നിർണായക പ്രവർത്തനങ്ങൾ എന്നിവ നടത്താനും പ്രാപ്തമാക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശത്രു രാജ്യങ്ങളുടെ ഡ്രോൺ ഭീഷണിയെ നമ്മൾ നേരിടുക എന്നതും. ഇന്ത്യ സജീവമായി വികസിപ്പിക്കുകയും ആക്രമണാത്മക ഡ്രോൺ കഴിവുകൾ നേടുകയും ചെയ്യുമ്പോൾ ശത്രുതാപരമായ UAVകൾ ഉയർത്തുന്ന വർദ്ധിച്ചു വരുന്ന ഭീഷണിക്കെതിരെ പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇന്ത്യ മനസ്സിലാക്കുന്നുണ്ട്. ശത്രു ഡ്രോണുകളെ നിർവീര്യമാക്കുന്നതിന് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ, ഡയറക്ട് എനർജി ആയുധങ്ങൾ, ആന്റി ഡ്രോൺ മിസൈലുകൾ എന്നിവയുൾപ്പെടെയുള്ള കൗണ്ടർ ഡ്രോൺ സാങ്കേതിക വിദ്യയിലും രാജ്യം നല്ല രീതിയിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഈ ഡ്രോൺ യുദ്ധത്തിന്റെ ഭാവിയെ പറ്റി പറയുകയാണെങ്കിൽ ഡ്രോൺ സാങ്കേതിക വിദ്യ അഭൂതപൂർവമായ വേഗതയിൽ മുന്നേറുന്നത് തുടരുമ്പോൾ ഈ യുദ്ധത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ആളില്ലാ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതായിരിക്കും. അതായത് ഇനി ശത്രു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ആളില്ലാ സംവിധാനങ്ങളായിരിക്കും പങ്കെടുക്കുന്നത്. ഇന്റലിജൻസ് ശേഖരണം, നിരീക്ഷണം, ടാർഗറ്റ് ഏറ്റെടുക്കൽ, ആക്രമണാത്മക സ്ട്രൈക്കുകൾ എന്നിവയിൽ ഡ്രോണുകൾ നിർണായകമായ പങ്ക് തന്നെ വഹിക്കും. ഇത് സംഘടനത്തിന്റെ ചലനാത്മകതയെ അടിസ്ഥാനപരമായി മാറ്റുകയും ചെയ്യും. ഈ ഡ്രോൺ വികസനവും വിന്യാസത്തിനുമുള്ള ഇന്ത്യയുടെ സജീവമായ ഈ സമീപനം എന്ന് പറയുന്നത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാങ്കേതിക വിദ്യയുമായി മുന്നോട്ടു പോകാൻ ഇന്ത്യയെ സഹായിക്കുന്നു. ഈ ഡ്രോൺ വികസനത്തിന്റെ പദ്ധതിയിൽ ഇന്ത്യ നിക്ഷേപിക്കുന്നതിലൂടെ 21ാം നൂറ്റാണ്ടിലെ യുദ്ധക്കളത്തിൽ ഇന്ത്യ ഒരു ശക്തമായ ശക്തിയായി തുടരുന്നു എന്ന് ഉറപ്പാക്കുകയാണ്. ഇപ്പോൾ ഇതാ അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ഡ്രോൺ വികസനത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യത്തിന് ആദ്യത്തെ ഹെർമിസ് 900 സ്റ്റാർലൈനർ ഡ്രോൺ എത്തുന്നു. ദൃഷ്ടി 10 ഡ്രോൺ എന്നറിയപ്പെടുന്ന ഈ ഹെർമിസ് 900 ഡ്രോൺ അദാനി ഡിഫൻസ് സിസ്റ്റമാണ് നിർമ്മിച്ചത്. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ 60% തദ്ദേശീയമായിരിക്കണമെന്നും മേക്ക് ഇൻ ഇന്ത്യക്ക് കീഴിലായിരിക്കണമെന്നും നിർബന്ധമാക്കുന്ന അടിയന്തര വ്യവസ്ഥകൾക്ക് കീഴിലാണ് അദാനി ഡിഫൻസ് സിസ്റ്റം ഈ ഡ്രോണുകൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യം ഇതിനകം തന്നെ ഹെറോൺ മാർക്ക് 1, മാർക്ക് 2 ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നുമുണ്ട്. ഈ ഡ്രോണുകളുടെ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുന്നതിനായി ഇസ്രായേൽ സ്ഥാപനമായ എൽബിറ്റുമായി അദാനി ഡിഫൻസ് കരാർ ഒപ്പുവെച്ചിരുന്നു. 30 മണിക്കൂറിലധികം പറക്കാനും ഒറ്റയടിക്ക് 2000 കിലോമീറ്റർ ദൂരം പിന്നിടാനും ഇതിന് ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യം ഈ ഡ്രോണുകളെ അതിന്റെ ഫട്ടിൻഡ താവളത്തിൽ വിന്യസിക്കുമെന്നും അവിടെ നിന്ന് പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിൽ മുഴുവനും നിരീക്ഷിക്കാൻ സാധിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ഇനി നടക്കാൻ പോകുന്നത് ഡ്രോൺ യുദ്ധങ്ങളാണ്. ആളില്ലാ യുദ്ധ ഏരിയൽ വെഹിക്കിളുകൾ അല്ലെങ്കിൽ ആയുധങ്ങളുള്ള വാണിജ്യ ആളില്ലാ ആകാശ വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള ആകാശ യുദ്ധത്തിന്റെയോ മറൈൻ യുദ്ധത്തിന്റെയോ ഒരു രൂപമാണ് ഡ്രോൺ യുദ്ധം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, ഇസ്രായേൽ, ചൈന, ദക്ഷിണ കൊറിയ, ഇറാൻ, ഇറാഖ്, ഇറ്റലി, ഫ്രാൻസ്, ഇന്ത്യ, പാകിസ്ഥാൻ, റഷ്യ, തുർക്കി, ഉക്രൈൻ, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ UCAVകൾ നിർമ്മിച്ചു കഴിഞ്ഞു. വാണിജ്യാടിസ്ഥാനത്തിലുള്ള UCAVകൾ ബോംബുകൾ എറിഞ്ഞോ മിസൈൽ തൊടുത്തോ ലക്ഷ്യത്തിൽ ഇടിച്ചോ ഡ്രോൺ ആക്രമണം നടത്താം. നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, സിറിയ, സൊമാലിയ, യമൻ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡ്രോൺ ആക്രമണങ്ങൾ US സൈന്യം നടത്തിയത് ആകാശത്ത് നിന്ന് ഉപരിതല മിസൈലുകൾ ഉപയോഗിച്ചാണ്. അതായത് ഡ്രോൺ യുദ്ധം ഉപയോഗിച്ചാണ്. പല രാജ്യങ്ങളും കൊലപാതകങ്ങൾക്കായി ഡ്രോൺ ആക്രമണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഡ്രോണുകൾ നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ ഡ്രോൺ ആക്രമണ ഭീഷണി നേരിടാൻ രാജ്യങ്ങൾ ആന്റി UAV സംവിധാനങ്ങളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണം എന്ന് പറയുന്നത് 2024 ഏപ്രിൽ 14 ഇസ്രായേലിൽ നടന്നതായിരുന്നു. 185-ലധികം ഇറാനിയൻ ഡ്രോണുകളുടെ കൂട്ടവും ഒരേ സമയം ആക്രമണം അഴിച്ചുവിട്ടു. ഇപ്പോഴിതാ ഇന്ത്യയും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ അടങ്ങിയ ഡ്രോണുകളുടെ വികസനത്തിൽ മുൻതൂക്കം നൽകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.